ഹലോ മക്കൾസ്, 8ാം ക്ലാസ്സിലെ ഓണം എക്സാമിന്റെ സോഷ്യൽ സയൻസിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ തിരഞ്ഞെടുക്കണ്ടാവൂലേ? യെസ്, നമ്മൾ ഓഗസ്റ്റ് ആവാനൊന്നും കാത്തിക്കുന്നില്ല. നേരത്തെ കാലത്ത് നിങ്ങൾ ഓണം എക്സാമിന്റെ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ കിടില ടോപ്പിക്കുകൾ പറയൂ. വേറെ ഒരു ചാനലിലേക്ക് പോകണ്ടേ, ഈ ചാനൽ തന്നെ നിന്നാൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് മക്കൾ എന്തൊക്കെയാണ് ചോദിക്കുക. ഒന്നാമത്തെ പോർച്ചുഗീസുകാരുടെ സംഭവം. എന്താ? പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്? പോർച്ചുഗീസുകാർ. മലയാളം വേണോ? എന്തിനാടാ പോർച്ചുഗീസ് എന്ന് പറയാൻ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒന്ന് തന്നെയല്ലേ? യെസ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട്, ടാക്സ് പോളിസി. ഇതൊക്കെ പഠിച്ചു വെക്കണേ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ടാക്സ് പോളിസി, നികുതി നയങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ നോക്കണം. അതെങ്ങനെയാണ് ബാധിച്ചത്? ആരെ? പെസൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു? പെസൻസിനെ അല്ലെങ്കിൽ കർഷകർക്ക് എങ്ങനെ അഫക്റ്റ് ചെയ്തു? കൈത്തൊഴിലുകാർ ആർട്ടിസൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു? ആ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് മക്കളെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്താണെന്ന് അറിയോ? ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് റെസിസ്റ്റൻസുകളാണ്. റെസിസ്റ്റൻസ്, പ്രതിരോധം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവരോട് എന്തായിരുന്നു? അതായത് റെസിസ്റ്റ് ചെയ്യുക, അതായത് അധിനിവേശം, ചെറുത്തുനിൽപ്പില്ല. ആ ചെറുത്തുനിൽപ്പാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ് അത്? ചെറുത്തുനിൽപ്പ്. ഏതൊക്കെയാണ് ചെറുത്തുനിൽപ്പ് മക്കളെ? അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പറയുകയാണെ ഓരോ കാര്യങ്ങൾ പറയാൻ പോകാൻ കേട്ടോ. സന്യാസി ഫക്കീർ റെബല്യൺ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് തന്നെയാണ്. സന്യാസി ഫക്കീർ റെബല്യൻ. കഴിഞ്ഞോ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെയാണ്? പോളിഗർ. ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒന്ന് തന്നെയാണ്. പോളിഗർ, ഉൽഗുലാൻ, സാന്താൾ റിവോൾട്ട്, സാന്താൾ കലാപം. കഴിഞ്ഞില്ല. പിന്നെ ഏതൊക്കെയാണ്? ആറ്റിങ്ങൽ റിവോൾട്ട്. ഇവിടെ മലയാളത്തിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഒന്ന് ഒരേ പേരനാണ്. ആറ്റിങ്ങൽ റിവോൾട്ട്. സാന്താള്, ആറ്റിങ്ങൽ റിവോൾട്ട്. കഴിഞ്ഞില്ല. പിന്നെ 1857 റിവോൾട്ടിന്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ? ലിമിറ്റേഷൻസ്, പരിമിതികൾ. ഇത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ മക്കളെ ഇൻഫ്ലുവൻസ്, സ്വാധീനം. അതായത് ഇത് കഴിഞ്ഞപ്പോൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയ സ്വാധീനം. ഓക്കെ ആണല്ലോ? അപ്പൊ ആ കാര്യങ്ങൾ പഠിച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ മക്കളെ നമ്മൾ പറയുന്ന സബ്സിഡിയറി അലയൻസിലെ വ്യവസ്ഥകൾ, അതായത് സൈനിക സഹായ വ്യവസ്ഥയിലെ വ്യവസ്ഥകൾ. ഈ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം മക്കൾ? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ മക്കളെ? അപ്പൊ ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഓണം എക്സാമിന് വരുന്നത്. യെസ്, സെറ്റ്.